കേന്ദ്ര വന സംരക്ഷണ നിയമ ഭേദഗതിയുടെ ഗുണം ഇടുക്കിയിലെ കുടിയേറ്റ കർഷകർക്ക് ലഭിക്കാൻ സംസ്ഥാന സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന ആവശ്യം ശക്തമാകുന്നു. വനസംരക്ഷണ നിയമ ഭേദഗതിയിലൂടെ ആനുകൂല്യം CHR കേസിൽ പോലും ലഭിക്കുമെന്നാണ് കർഷക സംഘടനകളുടെ വാദം. കഴിഞ്ഞ ഡിസംബറിലാണ് കേന്ദ്ര സർക്കാർ വനസംരക്ഷണ നിയമ ഭേദഗതി പാസാക്കിയത്. പുതിയ നിയമപ്രകാരം 1996 മുൻപ് ഭൂമി കൈവശം വച്ചിരിക്കുന്ന കർഷകർക്ക് പട്ടയത്തിന് അർഹതയുണ്ടാകും. ഇടുക്കിയിലെ ആയിരക്കണക്കിന് കർഷകർക്കാണ് ഇതിന്റെ ഗുണം ലഭിക്കുക. എന്നാൽ വനസംരക്ഷണ നിയമ ഭേദഗതിയുടെ ആനുകൂല്യം കർഷകർക്ക് ലഭിക്കാൻ വേണ്ട ഇടപെടലുകൾ സംസ്ഥാന സർക്കാർ നടത്തുന്നില്ലെന്നാണ് ആക്ഷേപം. ജനനിബിഡമായിട്ടുള്ള സ്ഥലത്ത് ആണ് അധിവസിക്കുന്നതൊക്കെ പറഞ്ഞ് കൃത്യമായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിന് തങ്ങളുടെ ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങൾ നിലനിർത്താനായിട്ട് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് കത്തുകൾ അയച്ചുകൊണ്ട് ഞങ്ങളെ സംരക്ഷിക്കാനായിട്ടുള്ള നടപടി സ്വീകരിക്കണം. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങളുടെ അവകാശങ്ങളെ സംരക്ഷിക്കാനുള്ള ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നുള്ള കാര്യം തുറന്നു കാണിച്ചുകൊണ്ട് മുഴുവൻ ആൾക്കാരും ഇടപെടേണ്ട തങ്ങളുടെ ജീവനും സ്വത്തിനും തങ്ങളുടെ ഭൂമിക്കും സുരക്ഷ ഉറപ്പാക്കുന്നതിനും അത് ഈ CHR മേഖലയുടെ ആ പിടിയിൽ നിന്ന് വിട്ടുകിട്ടുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. CHR കേസിലെ സുപ്രീം കോടതിയുടെ ഇടക്കാല വിധിയനുസരിച്ച് ഇടുക്കിയിൽ പട്ടയവിതരണം നിർത്തിവച്ചിരിക്കുകയാണ്. അന്തിമ വിധി കർഷകർക്ക് തിരിച്ചടിയാകുമെന്ന ആശങ്കയും ശക്തമാണ്. കേന്ദ്ര വന സംരക്ഷണ നിയമ ഭേദഗതി CHR കേസിൽ കർഷകർക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിയുമെന്നാണ് കർഷക സംഘടനകളുടെ വാദം. ഇതിനായി സംസ്ഥാന സർക്കാർ വേണ്ട ഇടപെടൽ നടത്തണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.